ഇന്നൊരു ഞണ്ട് കറിയുടെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ കാക്ക ബേപ്പൂര് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഞണ്ടിന് കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇതിനെ നന്നായി ഒടിച്ച് മുറിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് കേട്ടോ. ഇനി വെള്ളത്തിലിട്ട് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. ഇത് നമ്മളിപ്പോൾ ചെറുതാക്കിയിട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് നന്നാക്കിയിട്ടുള്ളത്, കഴിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട്. വലിയുള്ളി, തക്കാളി, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മസാലപ്പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി മുതലായവ എല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുത്തതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ചിട്ട് നമുക്ക് ഞണ്ടിനെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞണ്ടിന് ചേർത്ത് കൊടുക്കുകയാണ്. ഞണ്ടിന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മടിച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആവിയൊക്കെ ഫോണിൻ്റെ ക്യാമറയൊക്കെയാണ്. ഇത് നമ്മൾ സ്റ്റൈലാട്ടോ വെച്ചത്. യൂട്യൂബിലൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്റ്റൈലിലൊക്കെ വേറെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ. ഞാനിത് രസത്തിന് വേണ്ടിയിട്ട് വായൻ്റെയിലേക്ക് കേട്ടെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നടുവിലേക്ക് ഞണ്ട് കറി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കിയാലോ. ഇതിലേക്ക് സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. നമുക്കിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. കൊള്ളാം ഗൈസ്, കൊള്ളാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.